ഇത് മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി. അതാണ് ഞാൻ ഇങ്ങനെ എടുത്ത് തപ്പിയെടുക്കുന്നത്. ഓക്കെ okay, let's move on to the next question. For a demand function P is equal to 16 minus Q minus 0.5 Q square. For a demand function P is equal to 16 minus Q minus 0.5 Q square. The price elasticity of demand at Q is equal to 4 is Q is equal to 4s. For a demand function P is equal to 16 minus Q minus 0.5 Q square. Price elasticity of demand at Q is equal to 4. എത്രയാണ്? Find price elasticity of demand ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. You have to find price elasticity of demand. Fast. Fast. Price elasticity of demand കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ ആണ്. നമുക്കിനി ഓരോന്നായി കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ ദാ ഈ ഒരു പ്രൈസിൻ്റെത് തന്നിട്ടുണ്ട് അല്ലെ. പ്രൈസിൻ്റെത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? പ്രൈസ് P is equal to 16 minus Q minus 0.5 Q square എന്ന് തന്നിട്ടുണ്ട്. Q എന്ന് പറയുന്നത് 4 ആണെന്നും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P കണ്ടുപിടിക്കാം. So P is equal to 16 minus 4 minus 0.5 into 4 square. 16 minus 4 minus 0.5 into 16. 16 എന്ന് പറയുന്നത് 4 square. 4 into 4, 16. So 16 minus 4 minus 16 into 5, 8. ഒരു പോയിന്റ് കഴിഞ്ഞ് കുത്തിടുന്നു. So you'll get 8. So when you deduce this, you will get your answer as 4. അപ്പൊ ഇത് നമ്മളുടെ മൂന്നാമത്തതാണ്. അപ്പൊ നമുക്ക് എന്തുണ്ട്? ആദ്യം P എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. You are given Q. Now you have to find P. P എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ Q എന്ന് പറയുന്ന വാല്യൂ Pയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. So we got it as P കിട്ടി and again you got it Q. ഞാൻ അതൊന്നുകൂടെ എടുത്തെഴുതാണ്. P യുടെ വാല്യൂ 4 ആണ്. Q യുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. Got it. അപ്പൊ P കിട്ടി, അതുപോലെ തന്നെ Q കിട്ടി. Now what you have to find is dq by dp കാണണം. dq by dp നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് dq by dp എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന P ഇക്വേഷനിലെ Qനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. dq by dp എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള P എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ഇക്വേഷനിൽ Qനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. So here it is given 16 minus Q minus 0.5 Q square. So d by dq of, കാരണം Qനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, 16 minus d by dq of Q minus 0.5. എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ നമ്പറിന്റെ ഇൻ ബിറ്റ്വീൻ Qയുടെ മുമ്പിലാണ് എപ്പോഴും എഴുതേണ്ടത് d by dq of Q square. നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 16 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ എപ്പോഴും 0 ആയിരിക്കും. മൈനസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ആണ്. ഇവിടെ ക്യൂവിന്റെ ഡിഫറൻസിയേഷൻ എക്സ് പോലെ തന്നെ 1 ആണ്. മൈനസ് 0.5 ക്യൂ സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2q ആണ്. So 0.5 into 2q. So when you solve this, 0.5 into 2q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 5 into 2 10 ആണ്. ഒരു സ്ഥാനം കഴിഞ്ഞ് നമ്മൾ ഡോട്ട് ഇടുന്നു. So you got it as 1q. അപ്പൊ 1q ഒക്കെ എഴുതണോ ചോദിച്ചാൽ 1q എഴുതണം കേട്ടോ.
1q എന്ന് എഴുതുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഗോട്ട് ഇറ്റ് ആസ് -1 - q. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ഈ ഒരു dq/dp യുടെ ആൻസറും കിട്ടിക്കഴിഞ്ഞു. സോ ഐ റീറൈറ്റ് ഇറ്റ്. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ -dq/dp ഇൻറ്റു p/q ആണ്. വേർ p നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു. പിയുടെ വാല്യൂ 4 ആണ്. ക്യൂയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നു 4 തന്നെയാണ്. dq/dp എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി ഇറ്റ് ഇസ് ബീങ് ഗിവൺ. ഇറ്റ് ഇസ് ഗിവൺ ആസ് -1 - q. അതായത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. Just substitute this in this particular equation. And before that, what you have to do is ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷനെ ഫോർമുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫോർമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാ ചെയ്യാ വെച്ചാ -1 - q എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. 4. So -1 - 4 becomes -5. Now ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. -5നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/5 എന്ന് എഴുതാം. -5നെ 1/5 എന്ന് എഴുതാം. ഞാൻ ഇക്വേഷൻസിൽ ഇട്ട് കൊടുക്കാം. ഈ മൈനസ് സൈൻ എപ്പോഴും അങ്ങനെ തന്നെ എഴുതി. എന്തുകൊണ്ട് അവിടെ മൈനസ് സൈൻ എന്ന് വെച്ചാൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ മൈനസ് സൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ -dq/dp 1/5 ഇൻറ്റു 4/4. സോ ഇവിടെ എന്തായി? -4 ഇവിടെ 20. സോ -4/20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഓർക്കണം. ഇവിടെ നമ്മൾ ഇവിടെ മൈനസ് ഇടുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ റെപ്രസെന്റേഷൻ വന്നു. സോ യു വിൽ ഗെറ്റ് -1/5 ആസ് യുവർ ആൻസർ, വിച്ച് വിൽ ഈക്വൽ ടു 0.2 -0.2. So I hope that is clear for all. Clear? Am I clear? Clear ആണോ? Is it clear? It is such a long process. Should I repeat? I'll repeat it once again. Okay. Price നമുക്ക് തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം ക്യൂവിന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. We got it answer. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. When you substitute it, -dq/dp into p/q ആണ്. p എന്ന് പറയുന്നത് 4, q എന്ന് പറയുന്നത് 4 നമുക്ക് കിട്ടി. dq/dp നമ്മൾ ചെയ്തപ്പം -1 - q എന്ന് കിട്ടി. So -1 - 5 which is equal to -5. ഇനി അതിനെ 1/5 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതിൽ ഇട്ട് കൊടുക്കുന്നു. -1/5 into 4/4 -4/20. മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്. സോ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് യു ഗോട്ട് ഇറ്റ് ആസ് 1/5. 1/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.2 ആണ്. മൈനസ് സൈൻ അതുപോലെ എടുത്തിട്ട്. Am I clear? Clear for all? എല്ലാരും പറയണം. വ്യക്തമാണോ? കമില മാം ക്ലിയർ ആണോ? Okay. Okay. Now let's move on to the next question. Last question of today's discussion. Given the demand function, ഇത് 2017 ചോദിച്ച question ആണ്. Given the demand function Q is equal to 20/P, where simples have their usual meaning, at which price the elasticity of demand would be unity. നമുക്കറിയാം യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ് വരുന്നത് അല്ലെ. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 5 and option D all of the above. I repeat the question. Given the demand function Q is equal to 20/P, where simples have their usual meaning, at which price the elasticity of demand would be unity. Find your answers. Please find your answers. ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ആക്ച്വലി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ്. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല -p/q into dq/dp, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് എഴുതിയ പോലെ -dq/dp into p/q ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല.
അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് കോംപ്ലക്സ് ആണ്. Q എന്ന് പറയുന്നത് 20/P ആണ്. ഓക്കെ, Q എന്ന് പറയുന്നത് 20/P ആണ്. നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം U/V എന്ന് പറഞ്ഞാൽ V d/dx of U minus U d/dx of V divided by V the whole square. ഇതാണ് നമ്മുടെ ഫോർമുല. U/V നെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് V d/dx of U അല്ലെങ്കിൽ U എന്ന് എഴുതാം minus U d/dx of V by V the whole raised to 2 ആണ്. ഇവിടെ U എന്ന് പറയുന്നത് 20യും V എന്ന് പറയുന്നത് P യുമാണ്. U എന്ന് പറയുന്നത് 20യും P എന്ന് പറയുന്നത് അല്ലെങ്കിൽ V എന്ന് പറയുന്നത് P യുമാണ്. ഞാൻ ഇതിൽ ജസ്റ്റ് ഇടുന്നു. ആദ്യം V എഴുതാം. V എന്ന് പറഞ്ഞാൽ P. D by ഇവിടെ P ആണല്ലോ ആൽഫബറ്റ്, അതുകൊണ്ട് ഞാൻ DP എന്ന് എഴുതാണ്. U എന്ന് പറഞ്ഞാൽ 20 മൈനസ് ഇട്ടു. U എന്ന് പറഞ്ഞാൽ 20 D by DP ആൽഫബറ്റ് P അല്ലേ ഓഫ് V. V എന്ന് പറഞ്ഞാൽ P ഡിവൈഡഡ് ബൈ V സ്ക്വയർ. V പറഞ്ഞാൽ P സ്ക്വയർ. സോ P ഇൻറ്റു എനിക്കറിയാം ഒരു കോൺസ്റ്റന്റ്, നമ്മൾ d/dp എഴുതുന്നതിന് ശേഷമുള്ളതാണ് ഡിഫറൻസിയേഷൻ ചെയ്യാം. കോൺസ്റ്റന്റിന്റെ വാല്യൂ എപ്പോഴും 0 ആണ്. മൈനസ് 20 ഇൻറ്റു നമുക്കറിയാം d/dx എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ d/dp എന്ന് പറഞ്ഞാലും 1 ആയിരിക്കും. 1 ഡിവൈഡഡ് ബൈ P സ്ക്വയർ. 0 P into 0 anything multiplied by 0 will give you the value 0. Minus 20 by P square which is equal to minus 20 by P square. അപ്പൊ നമുക്ക് ആ വാല്യൂ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ Pയുടെ വാല്യൂവും Qയുടെ വാല്യൂവും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് തരാത്തത് കൊണ്ട് we are just putting it in the equation. നമ്മൾ ഇക്വേഷൻ എന്താണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മൈനസ് P/Q ഇൻറ്റു dQ by dP ആണ്. ഇവിടെ നമുക്ക് Pയുടെ വാല്യൂ Qയുടെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പൊ ഞാൻ അതുപോലെ എഴുതുകയാണ്. മൈനസ് P ഡിവൈഡഡ് ബൈ Q നമുക്ക് തന്നിരിക്കുന്നു 20/P. അപ്പൊ അത് അതുപോലെ എഴുതി. ഇൻറ്റു ഇവിടെ മൈനസ് 20/P സ്ക്വയർ. മൈനസ് 20/P സ്ക്വയർ. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് P divided by 1 divided by 20/P. ഞാൻ ഇതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ഇൻറ്റു മൈനസ് 20/P സ്ക്വയർ. മൈനസ് P ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ഇതിന് ഉൾട്ടായിട്ടു P/20 ഇൻറ്റു മൈനസ് 20/P സ്ക്വയർ. സോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ ഈ 20നെയും ഇതിനെയും ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കിയുള്ളത് ഇവിടെ -1 ആണ് വരുന്നത്. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ എനിക്ക് ഇപ്പൊ ബാക്കിയുള്ള ഞാൻ നോക്കുകയാണെങ്കിൽ മൈനസും മൈനസും വന്നപ്പോ പ്ലസ് ആണ്. സോ P 2P ഇല്ലേ, അപ്പം റേസ് ടു 2/P സ്ക്വയർ. ഇതും വെട്ടി ഉത്തരം 1. 1 എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റി ആണ്. സോ ഐ ഗോട്ട് ദി ആൻസർ. Am I clear? Clear for all? വ്യക്തമാണോ? Should I repeat? ഷാഹിദ മാം, കമില മാം, ക്ലിയർ ആണോ? അബിത മാം ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ്. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മൈനസ് P/Q ഇൻറ്റു dQ/dP ആണ്. അല്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫോർമുല ഉണ്ട്. Q എന്ന് പറഞ്ഞാൽ 20/P ആണ്. അതായത് നമ്മുടെ ഡിഫറൻസിയേഷനിലെ കോഷ്യന്റ് റൂൾ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. d/dx of U/V എന്ന് പറഞ്ഞാൽ V d/dx of U minus U d/dx of V by V സ്ക്വയർ ആണ് വരുന്നത്. ശരിക്കും ഇവിടെ U ആണ് വരേണ്ടത്, ഇവിടെ V ആണ് വരേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്തു? U എന്ന് പറയുന്നതിനെ ഈ 20 ആയിട്ടും V എന്ന് പറയുന്നതിനെ P ആയും സങ്കല്പിച്ചു. ഇക്വേഷൻ ഞാൻ ഇട്ടു P d/dP of 20 minus 20 d/dP of P by P സ്ക്വയർ. P ഇൻറ്റു ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഇവിടെ 0 മൈനസ് 20 ഇൻറ്റു എക്സിന്റെ ഡിഫറൻസിയേഷൻ 1. സോ P യുടെ ഡിഫറൻസിയേഷൻ 1 ഡിവൈഡഡ് ബൈ P സ്ക്വയർ. സോ 0
minus 20 by p square. 0 is not value. So minus 20 by p square minus p by q into dq by dp. So minus p divided by q നമുക്കറിയാം 20 by p into minus 20 by p square. Minus p divided by 1 divided by 20 by p into minus 20 by p square. Minus p by 1 ഇതിനെ ഉൾട്ടായിട്ടു into p by 20 into minus 20 by p square. 20 and 20 gets cancelled. പക്ഷെ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പൊ മൈനസ് 1 ആയി. ഇനി മൈനസും മൈനസും വന്നപ്പോ പ്ലസ്. അപ്പൊ പ്ലസ് ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. a raised to m into a raised to n എന്ന് പറഞ്ഞാൽ a raised to m plus n ആണ്. അപ്പൊ ഇവിടെ p raised to 1 into p raised to 1 എന്ന് പറഞ്ഞാൽ ഈ 1 ഉം 1 ഉം കൂട്ടണം. So p raised to 2 by p raised to 2. അപ്പൊ ഇതും വെട്ടിക്കളഞ്ഞു. We got the answer 1. 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റിലാണ്. Am I clear? Is it clear for all?